പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും. തീവ്രവാദത്തിനും മതമൗലികവാദത്തിനുമെതിരെ പ്രതികരിക്കുകയും മദ്യം, മയക്കുമരുന്ന്, സ്ത്രീകൾക്കെതിരെയായ അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. വിനാശകരമായി വളർന്നുവരുന്ന അഴിമതിയും അനീതിയും തുടച്ചു നീക്കുവാൻ കഴിയുന്ന വിധം പരിശ്രമിക്കും. ഭാരതത്തിലെ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികൾ നമ്മൾക്ക് വേണ്ടി ഏതാനും പ്രോഗ്രാമുകൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വായനയുടെ മഹത്വത്തെക്കുറിച്ച് നമുക്കറിയാം. ഇന്നെല്ലാം മാസ് മീഡിയാസ് ആണ് അല്ലേ? നമുക്ക് കാണാനും കേൾക്കാനുമുള്ള അവസരങ്ങളാണ്. വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടണം. വായിക്കണം, നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടണം. അക്ഷരത്തേൻ കണം, അറിവിൻ്റെ തേൻ കണം, അവിടുന്നു നമ്മൾ നുകർന്നിടണം. അക്ഷരത്തേൻ കണം, അറിവിൻ്റെ തേൻ കണം, അവിടുന്നു നമ്മൾ നുകർന്നിടണം. വായിക്കണം, നമ്മൾ വായിക്കണം, വായിച്ചു നമ്മൾ വളർന്നിടണം. പ്രസിദ്ധമായ ഒരു നോവലാണ് ബാല്യകാലസഖി. 1944 പുറത്തിറങ്ങിയ ബാല്യകാലസഖി സാഹിത്യത്തിൽ പ്രസിദ്ധി നൽകിയത്. അദ്ദേഹത്തിന്റെ കൃതികൾക്കിടയിൽ ഏറ്റവും പ്രശസ്തമായ ഈ നോവലാണ് മലയാള സാഹിത്യത്തിൽ മുസ്ലിം സാമൂഹ്യ ജീവിതം ആദ്യമായി അവതരിപ്പിക്കുന്നത്. അയൽക്കാരായ മജീദിന്റെയും സുഹറയുടെയും കഥയാണ് ബാല്യകാലസഖി. ഇന്ന് ജൂൺ 19 വായനാ ദിനം. നമ്മൾ മലയാളികളെ പുസ്തകങ്ങളുടെയും അക്ഷരങ്ങളുടെയും ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ ശ്രീ PN പണിക്കരുടെ ഓർമ്മദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലൂടെ വായനയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിച്ച അദ്ദേഹം ഗ്രന്ഥശാലയില്ലാത്ത ഒരു ഗ്രാമം പോലും കേരളക്കരയിൽ ഉണ്ടാകരുത് എന്ന സന്ദേശമാണ് നൽകിയത്. ഒരു മനുഷ്യൻ ഒറ്റയ്ക്കിരിക്കാൻ പഠിച്ചു കഴിഞ്ഞു ഞാൻ. കുത്തിരുട്ടിൻ കൊടുങ്കാറ്റിൽ എന്നേതാകുമൊറ്റ മരത്തിൻ ചുവട്ടിൽ പുറകിലൂടെത്തുന്ന പാമ്പിനെ കാട്ടാളനെ ഭയം ചുറ്റുമില്ലാതെ ഉറക്കെ കരയാതെ ഒറ്റയ്ക്കിരിക്കാൻ പഠിച്ചു കഴിഞ്ഞു. സന്തോഷ് ഏച്ചിക്കാരൻ നിർമ്മിച്ച മലയാള ചെറുകഥയാണ് കിളിയാട്. കഥയിൽ കേന്ദ്ര കഥാപാത്രം ബീഹാരിയായ ഗോപാൽ യാദവാണ്. കാസർഗോഡാണ് കഥയുടെ പശ്ചാത്തലം. കാസർഗോഡെ കലന്തൻ ഹാജിയുടെ വീട്ടിൽ 4000 ആളുകൾ പങ്കെടുക്കുന്ന ഒരു വിരുന്ന് നടത്തുകയാണ്. ആ വിരുന്നിൽ കൈപിടിച്ച് നടത്തിയ PN പണിക്കരുടെ ചരമം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരള